വയനാട് മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ്. മരണസംഖ്യ 50 കവിഞ്ഞു. 74ഓളം പേരെ രക്ഷപ്പെടുത്തി. മലപ്പുറത്ത് ഒഴുകിയെത്തിയത് 20ഓളം മൃതദേഹങ്ങളാണ്. മേപ്പാടി, ചൂരൽമല, ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ 700ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് വിവരം. 300 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്. അതേസമയം പുഴയിൽ ചെളിയിൽ പുതഞ്ഞയാളെ രക്ഷപ്പെടുത്തി. കാലാവസ്ഥ ദുഷ്കരമായ സാഹചര്യത്തിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ തിരിച്ചുപോയി. ഏഴിമലയിൽ നിന്ന് നാവിക സംഘമെത്തും. വിവരങ്ങൾ റിയാസ് KMR നൽകും. റിയാസ, ഇപ്പോൾ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? നേതൃത്വത്തിൽ, അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ, പോലീസിന്റെ നേതൃത്വത്തിൽ, നാട്ടുകാരുമായി ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇന്ത്യൻ സേനയുടെ, കരസേനയുടെ പ്ലാറ്റൂണുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ചൂരൽമലയിലേക്ക് എത്തിയതായി വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അറിയിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനവും തുടങ്ങുന്നു. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട സൈന്യം കൂടി എത്തുന്നുണ്ട്. അതിനു പുറമെ ഏഴിമലയിൽ നിന്നും നേവി വരുന്നുണ്ട്, ഇന്ത്യൻ നേവി വരുന്നു. ഒപ്പം തന്നെ വ്യോമസേനയുടെ സഹായവും ലഭിക്കുന്നുണ്ട്. കൂടാതെ ബംഗളൂരുവിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും കൂടി വരുന്നു. അവർ സമാന്തര പാലം നിർമ്മിച്ച് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താനുള്ള ശ്രമം ചൂരൽമലയിൽ നിന്നും ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിനിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഇത് ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞൊരു വാചകം, മുണ്ടക്കൈയിലുണ്ടായ ദുരന്തത്തിൽ 70ഓളം പേർ മരിച്ചു എന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇനിയും അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്ന കണക്ക് അത്ര ഇല്ലെങ്കിൽ കൂടിയും 70ഓളം പേർ മരിച്ചതായുള്ള വിവരം അദ്ദേഹം ലോക്സഭയിലെ 0 അവറിൽ ഉന്നയിക്കുമ്പോൾ ഇതിന്റെ വ്യാപ്തി ഇനിയും കൂടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ 5 പേർ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് പ്രകാരം രാവിലെ തന്നെ അവിടെ മന്ത്രി AK ശശീന്ദ്രൻ എത്തിയിരുന്നു, കടന്നപ്പള്ളി രാമചന്ദ്രൻ എത്തിയിരുന്നു. അതിനു പുറമെയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസും ഒപ്പം റവന്യൂ മന്ത്രി K രാജനും വയനാട്ടുകാരനായ മന്ത്രി OR കേളുവും അവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ സ്ഥലം MLA T സിദ്ദീഖിന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം അവിടെ ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 35 തൊഴിലാളികളെ കാണാനില്ലെന്ന ഒരു വിവരമുണ്ട്. 4 പേർ ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവർ ജോലി ചെയ്തിരുന്ന 9 ലയങ്ങൾ ഒലിച്ചുപോയി. 4 സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും ഒലിച്ചുപോകുന്ന ഒരു സ്ഥിതിയാണ്. മരിച്ച ആളുകളെ തിരിച്ചറിഞ്ഞു വരുന്നു. ഇനിയും തിരിച്ചറിയാത്ത ഒരുപാട് മൃതദേഹങ്ങൾ ആശുപത്രിയുടെ, അതായത് വിംസ് ആശുപത്രിയുടെയും മേപ്പാടി താലൂക്ക് ആശുപത്രിയുടെയും നിലമ്പൂർ ആശുപത്രി, മലപ്പുറത്തെ നിലമ്പൂരിലേക്ക് ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുകയാണ്. 20ഓളം മൃതദേഹങ്ങളാണ് ഉച്ചവരെ ഈ ചാലിയാർ പുഴയിലൂടെ മലപ്പുറത്ത് ഒഴുകിയ വരെ ലഭിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ ഉരുൾപൊട്ടൽ കേന്ദ്രങ്ങളിൽ ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മരുന്നുകളും മറ്റു ഉപകരണങ്ങളും അധികമായി എത്തിക്കാൻ KMSCL-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഈ കനിവ് 108 ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിക്കും. മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന 108ന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും എത്തിക്കും. ആശുപത്രികളുടെ സൗകര്യമനുസരിച്ച് പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ സന്നദ്ധ സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ ഇവിടങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, മരുന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു വലിയൊരു വിപുലമായ രക്ഷാദൗത്യം നടക്കുന്നു. അതിനിടെ ഇപ്പോഴും ഈ പുത്തുമലയിൽ അതിതീവ്ര മഴ തുടരുന്നുണ്ട്. ചൂരൽമലയിലും എല്ലാം തന്നെ അതിതീവ്ര മഴ തുടരുന്നുണ്ട്. അത് രക്ഷാദൗത്യത്തെ വലിയ രീതിയിൽ സാരമായി ബാധിക്കുന്നുണ്ട്. മണ്ണിനടിയിൽ നിരവധി പേർ ഇപ്പോഴും പുതഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. നിരവധി വീടുകൾ ഒലിച്ചുപോയി, വാഹനങ്ങൾ ഒലിച്ചുപോയി, ആളുകൾ ഒലിച്ചുപോയി, കടകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയൊരു ദുരന്തത്തിനാണ്, സമാനതകളില്ലാത്ത ഒരു ദുരന്തം എന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. ഓരോ മണിക്കൂറുകളിലും മരണസംഖ്യ ക്രമാതീതമായി ഉയരുമ്പോൾ അത് മനുഷ്യ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു പറഞ്ഞത്, ഇതുവരെ പുറത്തുവിട്ട മരണസംഖ്യയുടെ കണക്കുകൾ എന്ന് പറയുന്നത് മൃതദേഹം പൂർണ്ണമായും ലഭിച്ചവരുടെ കണക്ക് മാത്രമാണ്. അതിനർത്ഥം ഇനിയും മരണസംഖ്യ ക്രമാതീതമായി ഉയരുമെന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ച 0 അവറിൽ വിഷയം ഉന്നയിച്ച് സംസാരിക്കുമ്പോൾ 70 പേർ മരിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം അദ്ദേഹം നൽകുന്നുണ്ട്. അതിനർത്ഥം മരണസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു ദുരന്തത്തിനാണ് നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ലിബീഷ്.
റിയാസ്, ഈ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള എയർലിഫ്റ്റിംഗ് സാധ്യമല്ല എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. ഹെലികോപ്റ്ററുകൾ തിരിച്ചു പോയിരിക്കുകയാണ്. ഇനി അവിടേക്ക് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് എത്തുകയോ അല്ലെങ്കിൽ റോപ്പേ വഴി ചില സംഘാംഗങ്ങൾ അവിടേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെലുത്താനാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? രണ്ട് രീതിയിലായിരിക്കും രക്ഷാപ്രവർത്തനം പ്രധാനമായും നടക്കുക. ഒന്ന്, നാവികസേനയുടെ റിവർ ക്രോസിംഗ് ടീം ഏഴിമലയിൽ നിന്നും വരുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു രക്ഷാദൗത്യം ആലോചിക്കും. കൂടാതെ ഈ കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന ഉടൻ തന്നെ സമാന്തര പാലം ഈ മുണ്ടക്കൈയിലേക്ക്, അട്ടമലയിലേക്ക് ഒക്കെ സമാന്തര പാലം ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോയി അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നതിനായിരിക്കും പ്രാമുഖ്യം നൽകുക. ഒപ്പം ഈ റോപ്പ് സംവിധാനം ഉപയോഗിച്ച് ആളുകളെ കടത്തുന്നതിൻ്റെ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നാവികസേനയുടെ 2 ഹെലികോപ്റ്ററുകൾക്ക് തിരിച്ചു പോകേണ്ടി വന്നെങ്കിൽ കൂടിയും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇറക്കാൻ പറ്റുന്ന ഹെലികോപ്റ്ററുകളുടെ സഹായം ലഭിക്കുമോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളും നടത്തി വരുന്നുണ്ട്. മറ്റേ അവിടെ ഇപ്പോൾ ഈ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? മണ്ണിൽ പുതഞ്ഞുപോയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അവിടെ? നിലവിൽ NDRFന്റെ വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും NDRF എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊല്ലത്ത് നിന്ന് NDRF വരുന്നു. NDRFന്റെ കൂടുതൽ സംഘങ്ങൾ എത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘങ്ങൾ വരാനിരിക്കുന്നു, സൈന്യത്തിന്റെ സംഘങ്ങൾ വരാനിരിക്കുന്നു. നിലവിലെത്തിയ NDRFന്റെ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. മേപ്പാടിയിൽ, മുണ്ടക്കൈയിൽ, ചൂമലയിലെല്ലാം തന്നെ രക്ഷാദൗത്യം നടക്കുന്നു. അതിന് നാട്ടുകാരുടെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് മനുഷ്യൻ ഒറ്റക്കെട്ടായി കൈമൈ മറന്ന് പ്രയത്നിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മണ്ണിനടിയിൽ പുതഞ്ഞുപോയവരോ കണ്ടെത്താൻ വേണ്ടി. അതിൽ ജീവനുള്ളവരുണ്ട്, ജീവനറ്റുപോയവരുണ്ട്, അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമങ്ങളാണ്, നിതാന്തമായ പരിശ്രമമാണ് നടക്കുന്നത്. അതിന് വിലങ്ങുതടിയായി കാലാവസ്ഥയുണ്ട്. ആ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യത്തിനാണ് ഇപ്പോൾ നാടൊരുങ്ങുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഹെലികോപ്റ്ററുകൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു എങ്കിൽ പോലും രക്ഷാദൗത്യത്തിൽ ഭാഗമാകാനായിട്ട് ഏഴിമലയിൽ നിന്നും നാവികസേന അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. സൈന്യത്തിൻ്റെ സഹായം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. അങ്ങോട്ടേക്ക് എത്താനുള്ള മാർഗങ്ങൾ, പല രീതിയിലുള്ള മാർഗങ്ങൾ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അവിടേക്ക് സ്വീകരിക്കാൻ കഴിയും. അവിടെ കുടുങ്ങിയ ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായിട്ട് തന്നെ നടക്കുകയാണ്. എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മന്ത്രിതല സംഘമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. റിയാസ്, ഈ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിലേക്ക് വന്നാൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലും അപ്പോൾ മന്ത്രിതല സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഏകോപനം ഏത് രീതിയിലാണ് സാധ്യമാകുന്നത് അവിടെ? എന്തായാലും നിലവിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ജില്ലാ കളക്ടർ മേഘശ്രീ തന്നെയാണ്. മേഘശ്രീക്ക് പുറമെ സംസ്ഥാന മന്ത്രി AK ശശീന്ദ്രനുണ്ട്, കടന്നപ്പള്ളി രാമേന്ദ്രനുമുണ്ട്, മറ്റു മന്ത്രിമാർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുമുണ്ട്. അവരെല്ലാം ചേർന്ന് 5 അംഗ മന്ത്രിസംഘമായിരിക്കും അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക. അതിനു പുറമെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അങ്ങോട്ടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നെത്തും. അദ്ദേഹം ഉണ്ടാകും. സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടാകും. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പ്രതിപക്ഷത്തിന്റെയും ഒരു കൂട്ടായ ഒരു സാധ്യമാകുന്ന വിധത്തിലുള്ള പ്രയത്നമായിരിക്കും അവിടെ നടക്കുക. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും PMO പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ച് ജോർജ് കുര്യൻ വയനാട്ടിലേക്ക് പുറപ്പെടുന്നു. ഒപ്പം അദ്ദേഹമായിരിക്കും NDRFനെ കോർഡിനേറ്റ് ചെയ്യുക. ഒപ്പം പാരാമിലിറ്ററി ഫോഴ്സിനെയും സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും മറ്റ് ഏജൻസികളെയും ഈ ഒരു ഓപ്പറേഷനെയും ഏകോപിപ്പിക്കുക അദ്ദേഹത്തെ ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു സന്ദേശം അത് ഔദ്യോഗികമായി വരുന്നു. ആസ് ഡയറക്റ്റഡ് ബൈ ഹോണറബിൾ PMO, ഹോണറബിൾ മിനിസ്റ്റർ ശ്രീ ജോർജ് കുര്യൻ ഈസ് heading to Wayanad, leading to Wayanad relief and rescue operations. He will coordinate with the NDRF, paramilitary forces, state government officials and other agencies in the operation. എന്നൊരു അറിയിപ്പ് അവിടെ നിന്നും വരികയാണ്. മന്ത്രി എന്തായാലും അവിടത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, കേന്ദ്രമന്ത്രി എന്നാണ് അറിയുന്നത്. അതിനു പുറമെ മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ അവിടെ ഉണ്ട്. രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പ്രതിപക്ഷ നേതാക്കളും അവിടത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് രക്ഷാദൗത്യം ഇനി വേഗത കൈവരും. കാരണം
കേന്ദ്ര കേരള സർക്കാരുകളും പ്രതിപക്ഷവുമെല്ലാം ഒരുമിച്ചുകൊണ്ട് നടത്തുന്ന ഈ രക്ഷാദൗത്യം അതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ നാടൊന്നാകുകയാണ്. വയനാടിന് വേണ്ടി ദുരന്തം നേരിട്ട ഒരു നാടിന് വേണ്ടി നാടൊന്നാകുന്നു വയനാടിനായി എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. എന്തായാലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരുമ്പോൾ കൂടുതൽ ജീവൻ ഇനിയും പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതേ എന്ന് മാത്രം പ്രതീക്ഷിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. മരണത്തിന്റെ വ്യാപ്തി ഇനിയും കൂടും, മരണസംഖ്യയുടെ വ്യാപ്തി ഇനിയും കൂടും എന്നുള്ളത് തന്നെയാണ് അധികൃതർ നൽകുന്ന സൂചനകൾ. ലബീഷ്.